ഇന്ത്യയിൽ ജോലിക്കായി എത്തിയ ബംഗ്ലാദേശി സ്വദേശികളെല്ലാം പെട്ട അവസ്ഥയിലാണ്. അവരെ പൊതുവെ വിളിക്കുന്നത് ഭായിമാരെന്നാണ്. ബംഗാളികളും ബംഗ്ലാദേശികളും തമ്മിൽ തിരിച്ചറിയാൻ പ്രയാസകരവുമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും വാർത്താവിനിമയ സംവിധാനങ്ങൾ പാടെ നിലയ്ക്കുകയും ചെയ്തതോടുകൂടി തന്നെ തങ്ങളുടെ ഉറ്റവർ ഉടയവർ എന്ത് ചെയ്യുന്നു എന്നറിയാതെ, ഇല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടോ എന്നറിയാതെ വിരളി പിടിച്ച ഭായിമാർ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന ഭായിമാർ അതിർത്തികളിലേക്ക് എത്തി. ഇന്നലെ പശ്ചിമ ബംഗാളിലും മറ്റും ജോലി ചെയ്യുന്നവരാണ് അതിർത്തിയിലേക്ക് ഒത്തുകൂടിയത്. അവർക്ക് ബംഗ്ലാദേശിലേക്ക് പോകാൻ നമ്മുടെ സൈന്യം അനുമതി നൽകിയില്ല. BSF കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ ഈ ബംഗ്ലാദേശികൾ ബംഗാളികൾ എന്ന വ്യാജേനയും മറ്റുമൊക്കെ താമസിച്ചിരുന്നവരാണ് ഇപ്പോൾ വലിയ അങ്കലാപ്പിലായിരിക്കുന്നത്. കാരണം അവരുടെ പ്രിയപ്പെട്ടവരും മാതാപിതാക്കളടക്കവും അവരുടെ സ്വത്തുവകകളും അടക്കം ബംഗ്ലാദേശിലാണ്. അവിടുത്തെ ഒരു സംഘർഷാവസ്ഥ, അവിടെ ടെലിഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം, ഇന്ത്യൻ അതിർത്തി കടന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം, ഇത്തരത്തിലെല്ലാം കൂടി ഭായിമാർ പെട്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തിയിൽ എത്തിയ, അപ്പുറത്തേക്ക് പോകാനായിട്ട് എത്തിയ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരന്മാരെ ക്യാമ്പിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ തുടരുമ്പോൾ അവിടെ 13,000-ഓളം ഇന്ത്യക്കാർ കുടുങ്ങിയിട്ടുണ്ട്. 13,000 ഇന്ത്യക്കാർ മാത്രമാണ് ഇനി തിരിച്ചു വരാനുള്ളതെന്ന് നമ്മളുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറയുകയുണ്ടായി. ബാക്കിയുള്ളവരെല്ലാം നമുക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു. അവിടുത്തെ സൈന്യവുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 13,000 പേരെയും എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ഇന്ത്യയിലുള്ള ഭായിമാരുടെ എണ്ണം വളരെ അധികമാണ്. ഇവരെ ഇപ്പോൾ തൽക്കാലം ഈ അതിർത്തിയിലെത്തിയവരെ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. അതിർത്തിയിലെത്താത്തവർക്ക് മനസ്സിൽ തീമഴ പെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.